Hello designers, welcome back to uxuimania. കഴിഞ്ഞ കുറേ കാലമായിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന ആൾക്കാർ ചോദിക്കുന്ന ഏറ്റവും കൂടുതൽ സംശയം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു സംശയവും കൂടാതെ പറയാം AI അഥവാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഡിസൈനേഴ്സിൻ്റെ ജോലി ഇല്ലാതാക്കുമോ എന്നുള്ളതാണ്. അതായത് ഒരുപാട് ആൾക്കാർ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പേടിച്ചൊക്കെയാണ് വന്ന് ചോദിക്കുന്നത്. അതായത് ഡിസൈനിങ് നിൽക്കുന്ന ആൾക്കാർക്ക് ഇനി അങ്ങോട്ട് മുമ്പോട്ട് പോകാൻ പറ്റുമോ, അതുപോലെ തന്നെ മറ്റുള്ളവർ വന്ന് ചോദിക്കുന്നു ഇനി ഇത് പഠിച്ചിട്ട് കാര്യമുണ്ടോ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തന്നെ എല്ലാം ചെയ്യില്ലേ, പിന്നെ എന്തിനാണ് നമ്മളിത് പഠിക്കുന്നതെന്നൊക്കെ ചോദിച്ച് ഒരുപാട് സംശയങ്ങളാണ് വരുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് ആ ഒരു ചോദ്യത്തിന് ഒരു ഉത്തരമായിട്ട് എൻ്റെ വ്യക്തിപരമായ ഒരു ഉത്തരമാണ്. അത് ആദ്യം തന്നെ പറയാം. ഒരിക്കലും AI പോലുള്ളൊരു വലിയൊരു ടോപ്പിക്കിനെ കുറിച്ച് എല്ലാം പറയാൻ ആപ്റ്റായ ഒരു വ്യക്തിയല്ല ഞാൻ എങ്കിലും ഒരു വ്യക്തി എന്ന നിലയിൽ വ്യക്തിപരമായിട്ടുള്ള ഈ ഒരു കാര്യത്തെക്കുറിച്ച് പ്രത്യേകിച്ചും ഡിസൈൻ ഇൻഡസ്ട്രിയുമായിട്ട് AIയെ കമ്പയർ ചെയ്തുകൊണ്ടുള്ള എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത്. തീർച്ചയായിട്ടും ഈ വീഡിയോ കാണുന്ന ആൾക്കാർ നിങ്ങളുടെ സ്വന്തം അഭിപ്രായം ഇവിടെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. കാരണം ഈ ഒരു ചോദ്യം ഒരുപാട് ആൾക്കാർക്കിടയിൽ ഒരുപാട് ഡിസൈനേഴ്സ് ആയവർക്കും അതുപോലെ ഡിസൈനേഴ്സ് ആകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ തന്നെ ഒരുപാട് സംശയം, ഒരു പേടി നിലനിർത്തുന്നൊരു ചോദ്യമാണ്. അപ്പോൾ നിങ്ങളുടെ ഉത്തരങ്ങളും നിങ്ങളുടെ കമൻറ്റുകളും ചിലപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തേക്കാം. അതുകൊണ്ട് ദയവേത് വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഇവിടെ വീഡിയോയിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണമെന്ന് ആദ്യം തന്നെ പറയട്ടെ. അപ്പോൾ എന്തായാലും നമുക്ക് എല്ലാവർക്കും അറിയാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട്, അതായത് നമുക്കറിയാം ChatGPT ഏകദേശം 2022 നവംബറോടുകൂടി റിലീസ് ചെയ്തു അതിൻ്റെ 3.5 വെർഷൻ. അതുപോലെ തന്നെ വളരെ റീസെൻ്റായിട്ട് മാർച്ച് 14 നമുക്കുള്ള GPT-4 റിലീസായി കഴിഞ്ഞു. അപ്പോൾ എനിക്കൊന്ന് ഈ 2022 നവംബറോടുകൂടി ChatGPT വന്നതോടുകൂടി ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഒരു പേടി വന്നത് അതിന് ശേഷമാണ്. എനിക്ക് തോന്നുന്നു ഈ AI റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളൊക്കെ തന്നെ നമ്മുടെ മാർക്കറ്റിൽ വന്നിട്ട് വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരുപാട് വർഷങ്ങളായിട്ട് ഇത്തരം AI പ്രോഡക്ട്സുകൾ ഉണ്ടെങ്കിലും പുതിയ ഈ ഒരു അപ്ഡേറ്റ് അല്ലെങ്കിൽ ഈ ഒരു മാറ്റം പുതിയ രീതിയിലുള്ള ChatGPT ഒക്കെ വന്നു കഴിഞ്ഞപ്പോഴാണ് ഇത്രയേറെ ഭയം ജനങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. ജനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് പേര് ഡിസൈനേഴ്സ് ആയവരുണ്ട്, ഡിസൈനേഴ്സ് ആകാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ ഒരു ChatGPT അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ വരവ് ഒരുപാട് ഇൻഡസ്ട്രികളെ ബാധിക്കും എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അത് ഡിസൈനേഴ്സിന് വേണ്ടി മാത്രം ഉള്ളൊരു കാര്യമല്ല. ഇത് ലോകത്തിൽ ഒരുപാട് ഫീൽഡിൽ നിൽക്കുന്ന ആൾക്കാർക്ക് ഇന്ന് ഈ ഒരു പേടി അനുഭവപ്പെടുന്നുണ്ട്. പല ഇൻഡസ്ട്രികളിലും നമ്മുടെ ഈ ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കടന്നുവരക്കം അവരുടെ ജോലിയെ ഒരുപാട് മാറ്റിമറിക്കുന്ന രീതിയിലുള്ള അപ്ഡേറ്റ്സുകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആദ്യം തന്നെ മനസ്സിലാക്കുക, നമ്മൾ ഡിസൈനേഴ്സിന് വേണ്ടി മാത്രമല്ല ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കണ്ടുപിടിച്ചിരിക്കുന്നതും ഇത് ഡിസൈനേഴ്സിനെ മാത്രമാണ് അഫക്റ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു ചിന്തയും ആദ്യം തന്നെ നമ്മളെടുത്ത് മാറ്റേണ്ടതുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് നമ്മളിലേക്ക് വരുമ്പോൾ തന്നെ ആദ്യം എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ ഇൻഡസ്ട്രിയിൽ ഒരുപാട് ടൂൾസുകൾ അവൈലബിൾ ആണ്. അത് ഒരിക്കലും ഡിസൈൻ റിലേറ്റഡ് അല്ല, ഒരുപാട് കാര്യങ്ങളുമായിട്ടുള്ള ടൂൾസുകൾ ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നതോ അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നതോ ഒക്കെ ആയിട്ടുള്ള കുറച്ച് ലിങ്കുകളാണ് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത്. അത് ഓരോ ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള ChatGPTയുടെയും അതുപോലെ copy.ai എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ലാംഗ്വേജ് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ ടൂൾസുകളുണ്ട്. അതുപോലെ ഇമേജ് മേക്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് മിഡ്ജേണി പോലുള്ള ഒരുപാട് സൈറ്റുകളുണ്ട്. അതുപോലെ മ്യൂസിക് റിലേഷൻ, അതുപോലെ വീഡിയോ ഉണ്ടാക്കുന്നതിന്, വെബ്സൈറ്റ് ഉണ്ടാക്കുന്നതിന്, പ്രസൻറ്റേഷൻസ് ക്രിയേറ്റ് ചെയ്യുന്നതിന്, അങ്ങനെ ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസൈനേഴ്സ് നിരന്തരമായിട്ട് ഉപയോഗിക്കുന്നതും ചെയ്തു വരുന്നതുമായിട്ടുള്ള ഏരിയാസുകളാണ്. അപ്പോൾ ഇവിടെ എല്ലാം തന്നെ ഇത്തരത്തിലുള്ള വെബ്സൈറ്റുകൾ ഇപ്പോഴും വളരെ കുറച്ച് നാളുകളായിട്ടും ഒരുപാട് നല്ല ടൂൾസുകൾ, നല്ല പോർട്ടലുകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ സാധാരണഗതിയിൽ ആളുകളുടെ പ്രത്യേകിച്ചും ഡിസൈനേഴ്സിൻ്റെ അല്ലെങ്കിൽ മറ്റുള്ളവർക്കും ഒക്കെ തന്നെ ഇതെല്ലാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, വളരെ സ്പീഡിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതെല്ലാം സഹായിക്കുന്നു എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ഈ പറയുന്ന രീതിയിൽ ഇത് അതിമനോഹരമായ രീതിയിലുള്ള ഫോട്ടോസുകൾ ഉണ്ടാക്കാനും അതിമനോഹരമായിട്ടുള്ള രീതിയിലുള്ള ഇല്ലുസ്ട്രേഷൻസ് ഉണ്ടാക്കാനും അതുപോലെ തന്നെ ടെക്സ്റ്റുകൾ ഉണ്ടാക്കാനും ഒക്കെ തന്നെ ആൾക്കാർ ഇത് വളരെ സജീവമായിട്ട് ഇപ്പോൾ യൂസ് ചെയ്ത് വരുന്നുണ്ട്. ഇതിൽ ചിലതൊക്കെ ഫ്രീ ആണ്, ചിലതൊക്കെ പെയ്ഡാണ്. അങ്ങനെ പല രീതിയിലുള്ള ഇത്തരത്തിലുള്ള വെബ് പോർട്ടലുകൾ ഇന്ന് സജീവമായിട്ട് ലോകമെമ്പാടും ആളുകൾ യൂസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന വെബ്സൈറ്റുകൾ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടു കൂടി കാണുന്ന ഇത്തരം വെബ്സൈറ്റുകൾ ഡിസൈനേഴ്സ് എന്ന നിലയിൽ നിങ്ങൾ യൂസ് ചെയ്യാറുണ്ടോ? ഇതാണ് ആദ്യത്തെ എൻ്റെ ഒരു ചോദ്യം തന്നെ. ഇത്തരം വെബ്സൈറ്റുകൾ നിങ്ങൾ എത്രമാത്രം യൂസ് ചെയ്യുന്നുണ്ട്? പല ആളുകളും ഈ ഒരു സംശയം പുറപ്പെടുപ്പിക്കും അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഭയങ്കര വ്യഗ്രത കാണിക്കുമെങ്കിലും ഇത്തരം വെബ്സൈറ്റുകളെ നിങ്ങൾ ഡിസൈനേഴ്സ് എന്ന നിലയിൽ വേണ്ടുന്ന രീതിയിൽ പ്രയോജനപ്പെടുത്തുന്നുണ്ടോ എന്നുള്ളതാണ് എൻ്റെ ആദ്യത്തെ ഒരു ചോദ്യം എന്ന രീതിയിൽ വേണമെങ്കിൽ പറയാനുള്ളത്. കാരണം ഇതിലെ പല പോർട്ടലുകളും നമുക്ക് ഡിസൈനേഴ്സിന് ഡിസൈനിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രയോജനപ്പെടുത്താൻ കഴിയുന്ന പോർട്ടലുകളാണ് എന്നുള്ളതാണ് സത്യാവസ്ഥ.
ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ChatGPTയിൽ നിന്ന് തന്നെ തുടങ്ങുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ മുൻ ഡിസൈനുകളിലെല്ലാം തന്നെ ഒട്ടുമിക്ക ഡിസൈനേഴ്സും സാധാരണഗതിയിൽ ലോറോ ഇപ്സം സാമ്പിൾഡ് ടെക്സ്റ്റുകളും മറ്റൊക്കെ ഇട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു. വളരെ തുച്ഛമായ ഈ ഒരു കാലഘട്ടത്തിനിടയിൽ ഈ ChatGPT വന്നതോടുകൂടി ആ ഒരു ഡമ്മി ടെക്സ്റ്റ് യൂസ് ചെയ്യുന്ന ഒരു പ്രവണത വളരെയേറെ മാറി. ഒരുപാട് ആൾക്കാർ മികച്ച രീതിയിലുള്ള ടെക്സ്റ്റുകൾ കണ്ടെത്തുകയും അത് റീപ്ലേസ് ചെയ്തുകൊണ്ട് ഡിസൈനിന് കുറച്ചും കൂടെ ജീവൻ കൊടുക്കാൻ വേണ്ടി തുടങ്ങി. അതുപോലെ തന്നെ ഇമേജുകളായിരുന്നാൽ തന്നെ നിരന്തരമായി കാണുന്ന ഫോട്ടോസുകൾക്ക് പകരം നമ്മൾ തന്നെ ക്രിയേറ്റ് ചെയ്തെടുത്ത് നമ്മൾ കൊടുത്ത് നമ്മുടെ വാല്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ ക്രിയേറ്റ് ചെയ്തെടുത്ത് വ്യത്യസ്തമായിട്ടുള്ള ഫോട്ടോസുകളും ആർട്ടുകളും ഒക്കെ തന്നെ നമ്മുടെ ഡിസൈൻസുകളിലേക്ക് കൊണ്ടുവന്ന് തുടങ്ങി. അതുപോലെ വളരെ പെട്ടെന്ന് തന്നെ മ്യൂസിക്കുകളും വീഡിയോസുകളൊക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ളൊരു സഹായം വന്നു തുടങ്ങി. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് AI-യെക്കുറിച്ച് പറയുമ്പോൾ നമുക്ക് പരിപൂർണമായിട്ടും ഒരു നെഗറ്റീവ് ലെവലിലേക്ക് മാത്രം ചിന്തിക്കാതെ ഇതിൻ്റെ സാധ്യതകളെ എങ്ങനെ നമുക്ക് നമ്മുടെ പ്രൊഫഷനിൽ ഉപയോഗപ്പെടുത്താം എന്നുള്ളതായിരിക്കണം നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ചിന്ത എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ട് ആദ്യം തന്നെ പറയാനുള്ളത്. കാരണം ഇത്തരത്തിൽ ഓരോ ഇൻഡസ്ട്രിയിലും ടെക്നോളജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഓരോ മാറ്റങ്ങൾ കാലഘട്ടത്തിന് അനുയോജ്യമായി പണ്ട് മുതലേ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇത്തരത്തിലുള്ള AI-യെ വളരെയേറെ ബൂസ്റ്റ് ചെയ്ത് പറയുന്നെങ്കിലും ഇതുപോലെ പല കാര്യങ്ങളും നമ്മുടെ ഇൻഡസ്ട്രിയിൽ മുൻകാലങ്ങളിലും വന്നിട്ടുണ്ട്. ഏകദേശം 10-12 വർഷത്തിന് മുമ്പ് ഞാൻ ഓർക്കുന്നു ബൂട്ട് സ്ട്രാപ്പിൻ്റെ കടന്നുവരക്കം വന്നപ്പോൾ അന്ന് ഭയങ്കരമായിട്ട് ഇൻഡസ്ട്രിയിൽ കേട്ടൊരു വാക്കാണ്. ഇനിയിപ്പോൾ ബൂട്ട് സ്ട്രാപ്പ് വന്നു കഴിഞ്ഞു, HTML ഡെവലപ്പേഴ്സ് എല്ലാം ഇൻഡസ്ട്രിയിൽ നിന്ന് ജോലി ഇല്ലാതാവുകയാണ്. കാരണം ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. ബൂട്ട് സ്ട്രാപ്പ് അത്ര കണ്ട് ഈസിയാണ്, വളരെ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ HTML ചെയ്യുന്ന ആൾക്കാരുടെയൊക്കെ ജോലി പോകാൻ പോകുന്നു എന്നൊരു വാക്ക് ഞാൻ ഏകദേശം ഒരു 10-12 വർഷത്തിന് മുമ്പ് കേട്ടിട്ടുള്ളൊരു കാര്യമാണ്. അതുപോലെ തന്നെ വേഡ് പ്രസ് വളരെയേറെ അങ്ങോട്ട് ബൂം ചെയ്ത് വന്ന് നിന്നൊരു കാലഘട്ടത്തിലും ഞാനിത് കേട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ വെബ്സൈറ്റ് ഉണ്ടാക്കുന്ന ആൾക്കാരുടെ ആവശ്യമില്ല, വെബ് ഡിസൈനേഴ്സിൻ്റെ ആവശ്യമില്ല, എല്ലാം വേഡ് പ്രസ് നോക്കിക്കോളും, വേഡ് പ്രസ്സിൽ എല്ലാവർക്കും കയറി ചെയ്യാൻ പറ്റും, ഈസിയാണെന്നൊക്കെ. അപ്പോൾ ഇതൊക്കെ ഓരോ ടെക്നോളജികൾ ഓരോ കാലഘട്ടത്തിന് അനുയോജ്യമായി വന്നതാണ്. ഇപ്പോൾ അതിനെല്ലാം വെല്ലിക്കൊണ്ട് വളരെ സിമ്പിളായിട്ട് വെബ്സൈറ്റുകൾ പോലും ക്രിയേറ്റ് ചെയ്യാൻ കഴിവുള്ള ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വെബ്സൈറ്റുകൾ വന്നിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാം വരുമ്പോഴും നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കുക, ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം, അത് ഏതൊരു ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളവും നമുക്ക് പുതിയ മാറ്റങ്ങൾ, നമുക്ക് പുതിയ അറിവുകളും അതുപോലെ തന്നെ പുതിയ സ്കോപ്പുകളും ആണ് നമുക്ക് തരുന്നത്. അതും കൂടെ മനസ്സിലാക്കാനും അതിലെ സ്കോപ്പുകൾ എന്താണെന്ന് മനസ്സിലാക്കുകയും ഇത്തരം ടൂളുകളെ നമ്മൾ കുറച്ചും കൂടെ നമ്മുടെ പ്രോജക്റ്റുകളിലും നമ്മുടെ ഡിസൈൻസുകളിലൊക്കെ കൊണ്ടുവന്നുകൊണ്ട് നമുക്കത് നമ്മുടെ ഡിസൈൻസിനെ മെച്ചപ്പെടുത്താനും നമ്മുടെ ഇൻഡസ്ട്രിയെ മെച്ചപ്പെടുത്താനും വേണ്ടിയും കൂടെ നമ്മൾ പരിശ്രമിക്കുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിതിനെ പൂർണ്ണമായിട്ടും ഒരു നെഗറ്റീവ് ലെവലിൽ നിന്ന് മാറ്റി നിർത്താൻ കഴിയുമെന്നാണ് ഞാൻ ആദ്യം തന്നെ വ്യക്തിപരമായിട്ട് പറയുന്നത്. അപ്പോൾ ഈ കാണുന്ന പോലുള്ള വെബ്സൈറ്റുകളൊക്കെ ആദ്യം നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ ശ്രമിക്കുക. ഈ വെബ്സൈറ്റുകളിൽ നിന്ന് കിട്ടുന്ന ഓരോ ഔട്ട്പുട്ടുകളും എങ്ങനെ നമ്മുടെ ഡിസൈൻ ഇൻഡസ്ട്രിയിലേക്ക്, നമ്മുടെ ഡിസൈൻസുകളിൽ കൊണ്ടുവരാൻ ശ്രമിക്കാം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പോസിറ്റീവ് സെൻസിലെടുത്താൽ നമ്മുടെ ഡിസൈൻ മേഖലയിൽ ഇതിന് നല്ല സ്കോപ്പ് മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ. അതുകൊണ്ട് ഇതിൽ ഒരുപാട് കാര്യങ്ങൾ അഡ്വാൻറ്റേജ് ആയിട്ടും ഡിസഡ്വാൻറ്റേജ് ആയിട്ടും ഇന്ന് സമൂഹത്തിൽ ചർച്ച ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൻ്റെ നല്ല വശങ്ങളെ കൂടുതലായിട്ട് എടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് വ്യക്തിപരമായിട്ട് എനിക്ക് പറയാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഇൻഡസ്ട്രി, പ്രത്യേകിച്ചും ഡിസൈനേഴ്സിൻ്റെ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു മനുഷ്യൻ്റെ ഒരു വ്യക്തിപരമായിട്ടൊരു ആർട്ടിസ്റ്റിക്കൽ സെൻസ് എന്ന് പറയുന്നത്, നമ്മുടെ ഒരു ഹ്യൂമൻ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് എപ്പോഴും 100% ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിട്ട് മാറ്റാൻ കഴിയുമെന്ന് എനിക്ക് പലപ്പോഴും സംശയം തോന്നിയിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മനസ്സിൽ നിന്നുണ്ടാകുന്ന നമ്മുടെ ക്രിയേറ്റീവായിട്ടുള്ള ചിന്താഗതികൾ, പ്രത്യേകിച്ചും ഡിസൈനേഴ്സിനെ പോലെ വളരെ ക്രിയേറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാർക്ക് അവരുടെ തോട്ടിലുണ്ടാക്കുന്ന കാര്യങ്ങളെ, അവരുടെ ഉള്ളിൽ അവരുടെ ഇൻ്റലിജൻസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളെ എത്രമാത്രം 100% ആർട്ടിഫിഷ്യലാക്കി മാറ്റാൻ കഴിയുമെന്നുള്ള കാര്യത്തിലും എനിക്ക് ഒരുപാട് വ്യക്തിപരമായിട്ട് സംശയമുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് അതിനെ വെല്ലുന്ന രീതിയിൽ കുറേ കാര്യങ്ങൾ ഇൻഡസ്ട്രിയിലേക്ക് വന്നേക്കാം, കുറേ വെബ്സൈറ്റുകൾ വന്നേക്കാം, കുറേ കാര്യങ്ങൾ ടെക്നോളജികൾ വന്നേക്കാം. എങ്കിലും വ്യക്തിപരമായിട്ടൊരു മനുഷ്യൻ്റെ ഒരു ഹ്യൂമൻ ഇൻ്റലിജൻസിനെ 100% ഒരു ആർട്ട് റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ ഒരു ക്രിയേറ്റിവിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രിക്ക് മാറ്റിമറിക്കാൻ കഴിയുമെന്നുള്ള ഒരു വ്യക്തിപരമായ ചിന്ത എൻ്റെ മനസ്സിൽ ഇതുവരെ വന്നിട്ടില്ല. ഇത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നു, ഒരുപാട് ചർച്ചകൾ നടക്കുന്നു, ഒരുപാട് പേര് ഇങ്ങനെ സംശയിക്കുന്നെങ്കിൽ പോലും നമ്മുടെ ഡിസൈൻ ഇൻഡസ്ട്രിയിൽ നമുക്ക് ആ സ്കില്ലുകൾ കൂടി ആഡ് ചെയ്യാൻ കഴിയുകയും അത്തരത്തിലുള്ള സ്കോപ്പുകളെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാനും കൂടെ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മുടെ ജോലിയിൽ വളരെ പെട്ടെന്നൊന്നും തന്നെ വലിയ രീതിയിലുള്ളൊരു മാറ്റം വരുത്താൻ പോകുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ തീർച്ചയായിട്ടും വ്യക്തിപരമായിട്ട് വിശ്വസിക്കുന്നത്. അപ്പോൾ ഓരോ ടൂളുകളും അല്ലെങ്കിൽ ഓരോ ടെക്നോളജിക്കൽ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കാനും അത് പഠിക്കാനും അതിനൊത്ത് നമുക്ക് നമ്മുടെ ഇൻഡസ്ട്രിയുമായിട്ട് റിലേറ്റ് ചെയ്തുകൊണ്ട് നമുക്കതിനെ പ്രയോജനപ്പെടുത്തി മെച്ചപ്പെട്ട ക്രിയേറ്റീവായിട്ടുള്ള ഡിസൈൻസുകളിലേക്കും ഡിസൈൻ ഇൻഡസ്ട്രിയുടെ മെച്ചപ്പെട്ട വളർച്ചയ്ക്കും വേണ്ടി നമ്മളതിനെ യൂസ് ചെയ്യുകയാണെങ്കിൽ
നമുക്ക് മുമ്പോട്ട് പോകാനുള്ള സ്കോപ്പ് തന്നെയാണ് കൂടുതലെന്നാണ് എനിക്ക് വ്യക്തിപരമായിട്ട് പറയാനുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഉള്ളൊരു സംശയം ചോദിക്കുന്ന എല്ലാ ആളുകളോടും ഈ വീഡിയോയിലൂടെ ഉത്തരമായിട്ട് പറയുന്നതും നിങ്ങളുടെ ചിന്തയിലെ പോസിറ്റീവ് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നു, വളരെ പെട്ടെന്നുള്ള കാര്യങ്ങൾ, വളരെ പെട്ടെന്ന് ഉണ്ടാക്കാനുള്ള കാര്യങ്ങൾ, ഇതൊക്കെ തന്നെ ഒരുപാട് പേര് സംശയങ്ങളായിട്ട് ചോദിക്കുന്നെങ്കിൽ തന്നെയും വ്യക്തമായിട്ട് ഓർത്തോളുക, ഇതെല്ലാം തന്നെ 100% നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ നമ്മുടെ ലോകത്തിലെ എല്ലാ ആളുകളും ഇനി മുതൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കൊണ്ട് മാത്രം വെബ്സൈറ്റ് ഉണ്ടാക്കാൻ പോകുന്നു, അല്ലെങ്കിൽ അതുകൊണ്ട് മാത്രം ഒരു ബ്രൗസർ ഉണ്ടാക്കാൻ പോകുന്നു, ഒരു ലോഗോ ഉണ്ടാക്കാൻ പോകുന്നു, ഒരു ഫോട്ടോഗ്രാഫി ഉണ്ടാക്കാൻ പോകുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ട. ഒരു പരിധിവരെ ചിലപ്പോൾ കുറച്ച് ആൾക്കാർ അത് യൂസ് ചെയ്താൽ പോലും 100% ഒരിക്കലും അത് അങ്ങനെ ആക്കി മാറ്റാൻ കഴിയുമെന്ന് നിങ്ങൾ ചിന്തിക്കേ വേണ്ട. പ്രത്യേകിച്ചും കുറഞ്ഞ ഒരു നീണ്ട വർഷക്കാലത്തിനോളം ഇത്തരത്തിലുള്ളൊരു 100% റീപ്ലേസ്മെൻറ്റ് ഒരിക്കലും ഈ ഒരു ഇൻഡസ്ട്രിയിലേക്ക് വരാൻ പോകുന്നില്ല എന്ന് തന്നെയാണ് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു ആശയം, വ്യക്തിപരമായ ഒരു തോട്ടെന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു തോട്ട് എൻ്റെ വ്യക്തിപരമാണെന്ന് വീണ്ടും പറയുന്നു. അതുകൊണ്ട് നിങ്ങളോടെല്ലാം എനിക്ക് പറയാനുള്ളത് കീപ് ലേണിംഗ് ആൻഡ് അപ്സ്കില്ലിങ്. എന്ത് വന്നിരുന്നാലും, പുതിയതായിട്ട് എന്ത് ഇൻഡസ്ട്രിയിലേക്ക് വന്നിരുന്നാലും അത് പഠിക്കാനും നിങ്ങളുടെ സ്കില്ല് വളർത്തിയെടുക്കാനും വേണ്ടി നിങ്ങൾക്ക് സ്വയം ശ്രമിക്കാൻ കഴിയുന്നു എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത്തരത്തിലുള്ള ടെക്നോളജികൾ നമ്മളെ റീപ്ലേസ് ചെയ്യാനല്ല, മറിച്ച് നമുക്ക് പുതിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് എത്തിപ്പറ്റാനാണ് സഹായിക്കുന്നത് എന്നുള്ള ഒരു പോസിറ്റീവ് എനർജിയാണ് എൻ്റെ വ്യക്തിപരമായിട്ട് ഇതിലൂടെ ഞാൻ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. തികച്ചും ഒരുപാട് വ്യത്യസ്തമായ രീതിയിലുള്ള ഒരുപാട് ആശയങ്ങൾ നിങ്ങളുടെ ഉള്ളിലും ഉണ്ടായിരിക്കുമെന്നറിയാം. ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് ചിന്തിക്കുകയും പഠിക്കുകയും ചെയ്യുന്ന ആൾക്കാർക്ക് ഈ കാര്യത്തെക്കുറിച്ച് കൂടുതലായിട്ട് പറയാനുണ്ടായിരിക്കുമെന്നറിയാം. അപ്പോൾ എന്തൊക്കെയായിരുന്നാലും നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ആ ചിന്തകൾ ഈ ഒരു വീഡിയോയ്ക്ക് കമൻറ്റുകളായിട്ട് ദയവ് ചെയ്ത് രേഖപ്പെടുത്താൻ വേണ്ടി കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുക. അതൊരുപാട് പേർക്ക് ഹെൽപ്പായേക്കാം. അപ്പോൾ എന്തൊക്കെയായിരുന്നാലും നിങ്ങളുടെ തോട്ടുകൾ ഇതിന് കമൻറ്റായിട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഈ പറഞ്ഞ എല്ലാ അവസരങ്ങളും, ഇത്തരത്തിലുള്ള എല്ലാ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സാധ്യതകളും നമുക്കൊരുപാട് പോസിറ്റീവ് ആവട്ടെ. നമുക്ക് തുടർന്ന് നമ്മുടെ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന എല്ലാവരും പരസ്പരം അത് പഠിച്ചെടുക്കാൻ ശ്രമിക്കുക. ഒരിക്കലും ഈ ഇൻഡസ്ട്രിയെ കളഞ്ഞിട്ട് പോകാനായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഒഴിവാക്കുക. അതുപോലെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ ക്രിയേറ്റീവായി ഡിസൈൻ ചെയ്യാൻ തന്നെ വളരെ പാഷനേറ്റായിട്ട് നിൽക്കുന്ന പുതിയ കുട്ടികൾക്കും ഈ ഒരു നെഗറ്റീവ് തോട്ട് വരുന്നതായിട്ട് എനിക്ക് പലരുടെയും ഒരു ക്വസ്റ്റ്യൻസുകളിൽ നിന്ന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് പറയാനുള്ളത്, ഇത്തരത്തിൽ ക്രിയേറ്റീവായിട്ടൊരു തോട്ടുള്ളവരാണ് ഡിസൈൻസ് പഠിക്കാൻ വരുന്നത്. അത്തരത്തിലുള്ളൊരു ആറ്റിറ്റ്യൂഡ് ഉള്ളവർ, അത്തരം ക്രിയേറ്റീവായിട്ട് മെൻറ്റാലിറ്റി ഉള്ളവർ ഒരു കാരണവശാലും ഇതിൽ നിന്ന് പിന്നിട്ട് നിൽക്കരുത്, ഇതിൽ നിന്നും മാറി നിൽക്കരുത്. നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞാൽ ഇനി ഇവിടെ ജോലിയില്ല, ഇൻഡസ്ട്രി നശിക്കാൻ പോകുന്നു എന്നും പറഞ്ഞ് മാറി നിൽക്കാതെ തീർച്ചയായിട്ടും പഠിക്കുക, അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കുക, പുതിയ കാര്യങ്ങളെ അതിനോട് ചേർത്ത് നിർത്തി പഠിക്കാൻ ശ്രമിക്കുക. മികച്ച ലെവലിലുള്ള നല്ലൊരു കരിയർ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ കഴിയട്ടെ. എല്ലാവർക്കും ഒരു പോസിറ്റീവ് എനർജിയാണ് ഇതിലൂടെ തരാൻ ഞാൻ വേണ്ടി ശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളുടെ പോസിറ്റീവ് നെഗറ്റീവായിട്ടുള്ള ചിന്തകളും കമൻറ്റുകളായിട്ടും കൂടെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ എല്ലാ ഡിസൈനേഴ്സായിട്ടുള്ള സുഹൃത്തുക്കളിലേക്കും ദയവായി എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ദയവായി ചാനലും സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ എന്തായാലും ഡിസൈനേഴ്സിന് ഹെൽപ്ഫുൾ ആവുന്ന മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ഗൈസ്.